നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു ഹിസ്റ്ററി സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയത്. ആദ്യം കേരളത്തിലേക്ക് വാസ്കോഡഗാമ വന്നതും അതിനുശേഷം വൈസ്രോയിമാരായിട്ട് അൽമേഡയും അൽബുക്കർക്കും വന്നതും പിന്നെ അവരുടെ നയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ വീഡിയോയിൽ നമ്മൾ ഇനി കുഞ്ഞാലി മരക്കാർ പരമ്പരയിൽപ്പെട്ട 4 പേരെ പറ്റിയും അതിനുശേഷം ഡച്ചുകാരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ടോപ്പിക് കുഞ്ഞാലി മരക്കാറാണ്. അപ്പം കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നാണ്. പക്ഷെ കുഞ്ഞാലി മരക്കാർ ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാനപ്പേരാണ്. കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനപ്പേരുള്ള 4 നേതാക്കളുടെ ഒരു പരമ്പരയായിരുന്നു നമ്മൾ ഈ ചരിത്രത്തിൽ പഠിക്കുന്ന കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അപ്പം അതൊരു സ്ഥാനപ്പേരുള്ള 4 നേതാക്കളുടെ പരമ്പരയായിരുന്നു. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് സാമൂതിരി സൃഷ്ടിച്ച ഒരു നാവികസേനയുണ്ട്. ആ നാവികസേനയെ സംരക്ഷിച്ചു പോന്നിരുന്ന നാവികസേന മേധാവികളായിരുന്നു ഇവർ 4 പേരും. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1507 മുതൽ 1600 വരെയായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞാലി മരക്കാർ പരമ്പരയിലെ ഒന്നാമത്തെ ആളാണ് കുട്ടി അഹമ്മദ് അലി മരക്കാർ, അഥവാ നമ്മൾ സിമ്പിളായിട്ട് കുട്ടി അലി എന്നാണ് പറയാറ്. കുട്ടി അലി. കുട്ടി അലിയുടെ കാലഘട്ടം അല്ലെങ്കിൽ അദ്ദേഹം ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് 1507 മുതൽ 1531 വരെയാണ്. 1507 പരാവോസ് എന്ന് പറഞ്ഞ ഒരു കപ്പൽപ്പട, സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക്, പരാവോസ് എന്നാണ് ആ കപ്പൽപ്പടയെ അറിയപ്പെടുന്നത്, ആ കപ്പൽപ്പടയുടെ നേതൃസ്ഥാനത്തേക്ക് കുഞ്ഞാലി ഒന്നാമൻ വരികയും അതുപോലെ തന്നെ അതിനെ വളരെ നല്ല രീതിയിൽ വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1531 ആകുമ്പോഴേക്കും അത് വളരെ വലിയൊരു സൈന്യമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കുഞ്ഞാലി ഒന്നാമന്റെ ഒരു സിഗ്നേച്ചർ പരിപാടിയാണ് ഹിറ്റ് ആൻഡ് റൺ, അതായത് അടിച്ചിട്ട് കടന്നു കളയുക. തന്റെ ശത്രുക്കളെയൊക്കെ അദ്ദേഹം എതിരിട്ടത് ഈ ഒരു തന്ത്രത്തിലൂടെയാണ്, അടിച്ചിട്ട് കടന്നു കളയുക എന്ന രീതിയിലൂടെ. പിന്നെ 1525 കുഞ്ഞാലിയുടെ താവളമായിരുന്ന പന്തലായനിക്കൊല്ലം പോർച്ചുഗീസുകാരെ ആക്രമിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഈ ആക്രമണത്തിനൊക്കെ നേതൃത്വം കൊടുത്തത് പോർച്ചുഗീസ് സൈന്യത്തിന്റെ നേതാവായിട്ടുള്ള ഹെൻറിക് ഡി മെനസസ് ആണ്. ഹെൻറിക് ഡി മെനസസ്. അപ്പം ഈ ഒരു സമയത്ത് കുഞ്ഞാലി ഒന്നാമനുമായിട്ട് നേർക്ക് നേര് എതിരിട്ടിരുന്ന, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഹെൻറിക് ഡി മെനസസ് ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ ഹെൻറിക് ഡി മെനസസിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞാലിയുടെ താവളമായിരുന്ന പന്തലായനിക്കൊല്ലം ആക്രമിക്കുന്നത്. ആൻഡ് അതിന് ഉത്തരവ് കൊടുക്കുന്ന ആ സമയത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ലാപ്പോവാസ് ഡി സാംബായോ എന്ന് പറയുന്ന ആള് കേട്ടോ. അപ്പം ഈ 1525 ഈ ഒരു ആക്രമണത്തിന്റെ സമയത്ത് കുഞ്ഞാലിനെ കീഴ്പ്പെടുത്തിയെന്നുണ്ടെങ്കിലും കുഞ്ഞാലി അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതിനുശേഷം 1528 ബാർക്കൂറിനടുത്ത് വെച്ച് വീണ്ടും ഒരു യുദ്ധത്തിൽ പോർച്ചുഗീസ് നാവികപ്പട അദ്ദേഹത്തിനെ തടവിലാക്കുകയാണ്. അതിനുശേഷമാണ് കുഞ്ഞാലി രണ്ടാമന്റെ വരവ്. അപ്പം കുഞ്ഞാലി രണ്ടാമന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് എന്നുള്ള പോലെ 2 പേര് കൂടെ വരുന്നുണ്ട്. അത് കുഞ്ഞാലി ഒന്നാമന്റെ ബന്ധുവായിട്ടുള്ള പാച്ചാച്ചി മരക്കാരും പിന്നെ വ്യാപാരിയായിട്ടുള്ള അലി അബ്രഹാമും. അപ്പം പാച്ചാച്ചി മരക്കാരും അലി അബ്രഹാമും ആണ് കുഞ്ഞാലി രണ്ടാമന്റെ കൂടെ വരുന്ന ആളുകൾ. അപ്പൊ നമ്മുടെ കുഞ്ഞാലി മരക്കാർ പരമ്പരയിലെ രണ്ടാമത്തെ ആളായിട്ടാണ് പിന്നെ കുട്ടിപ്പോക്കർ അലി വരുന്നത്. കുട്ടിപ്പോക്കർ അലി ആണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ എന്നറിയപ്പെടുന്നത്. ഏകദേശം 1531 മുതൽ 1571 വരെയായിരുന്നു കുട്ടിപ്പോക്കർ അലിയുടെ സേവന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ശ്രീലങ്ക വരെ പോയിട്ട് പോർച്ചുഗീസ് താവളങ്ങൾ ആക്രമിക്കുകയായിരുന്നു കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ചെയ്തത്. അപ്പൊ ശ്രീലങ്കയിലൊക്കെ പോയി പോർച്ചുഗീസ് താവളങ്ങൾ ആക്രമിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കുട്ടിപ്പോക്കർ അലിയാണ്, അഥവാ കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. അതുപോലെ ഈ സമയത്ത് എക്സാക്ട്ലി പറഞ്ഞ 1529 നുൻഹോഡ കുൻഹേനെ പോർച്ചുഗീസ് ഗവർണറായിട്ട് നിയമിക്കുന്നത്. പോർച്ചുഗീസ് ഗവർണറായിട്ട് കേട്ടോ നിയമിക്കുന്നത്. അപ്പം ആ സമയത്ത് പോർച്ചുഗീസ് ഗവർണറായിരുന്നു നുൻഹോഡ കുൻഹ. അതുപോലെ തന്നെ 1531 ഈ കുഞ്ഞാലിമാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് ചാലിയം കോട്ട എന്ന് പറയുന്ന കോട്ട പണി കഴിപ്പിക്കുന്നത്. ഈ ചാലിയം കോട്ടയെ അവർ വിശേഷിപ്പിക്കുന്നത് സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ്. അതായത് സാമൂതിരിയുടെ കഴുത്തിന് നേരെ നീട്ടി വെച്ചിരിക്കുന്ന പീരങ്കിയാണ് ചാലിയം കോട്ട എന്നാണ് പോർച്ചുഗീസുകാർ വിശേഷിപ്പിച്ചത്. അപ്പൊ സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ്. അതുപോലെ തന്നെ 1531 തന്നെയാണ് നേരത്തെ നമ്മളുടെ അവർ കീഴടക്കി വെച്ചിരുന്ന നമ്മുടെ കുട്ടിയലീനെ വധിക്കുന്നത്. അപ്പൊ കുട്ടിയലി വധം നടക്കുന്നത് 1531
31 കുട്ടിയലി വധം. അങ്ങനെ ഇപ്പം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഒരു ടെമ്പററി ഹോൾട്ട് എന്നുള്ള പോലെ, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം യുദ്ധത്തിന് നടക്കട്ടെ എന്നുള്ള രീതിയിൽ 1540 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു ഉടമ്പടി അവർ ഒപ്പിടുന്നുണ്ട്. അപ്പം ആ ഒരു ഉടമ്പടി പ്രകാരം കുറച്ച് വ്യാപാര അവകാശങ്ങളും അതുപോലെ തന്നെ അവർക്കവിടെ കച്ചവടം ചെയ്യാനുള്ള കുറച്ച് അവകാശങ്ങളൊക്കെ സാമൂതിരി പോർച്ചുഗീസുകാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷം കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും തന്റെ സൈന്യത്തെയും സന്നാഹത്തെയും കൂട്ടിയിട്ട് സാമൂതിരി പോർച്ചുഗീസിനെതിരെ യുദ്ധം ചെയ്യാൻ വീണ്ടും ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അപ്പം ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള പോലെയാണ് സാമൂതിരി ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടത്. 1540 കേട്ടോ, 1540 ഉടമ്പടിയിൽ ഒപ്പിടുന്നുണ്ട്. അങ്ങനെ കുട്ടിപ്പോക്കറാലിക്ക് ശേഷം വരുന്ന മൂന്നാമത്തെ ആളാണ് പട്ടുകുഞ്ഞാലി, അഥവാ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് പട്ടുമരക്കാർ എന്നാണ്. അപ്പം പട്ടുമരക്കാറാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ആയിട്ട് അറിയപ്പെടുന്നത്. പട്ടുമരക്കാർ കേട്ടോ. പട്ടുമരക്കാരുടെ ഒരു സേവന കാലയളവ് എന്ന് പറയുന്നത് 1571 മുതൽ 1595 വരെയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹം പ്രധാനമായിട്ടും ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സാമൂതിരിയുടെ അനുവാദത്തോടെ കോട്ടയ്ക്കൽ കോട്ട നിർമ്മിച്ചു. കോട്ടയ്ക്കൽ കോട്ടയെ കുറച്ചും കൂടെ ഫേമസ് ആയിട്ട് അറിയുന്ന പേര് മരക്കാർ കോട്ട എന്നാണ്. മരക്കാർ കോട്ട, അതിന് മറ്റൊരു പേര് പുതുപ്പട്ടണം കോട്ട എന്നാണ്. അപ്പം അത് പുതുപ്പട്ടണം കോട്ട അല്ലെങ്കിൽ ഈ കോട്ടയ്ക്കൽ കോട്ട പണി കഴിപ്പിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അതുപോലെ തന്നെ 1571 ചാലിയം കോട്ട പിടിച്ചെടുത്തതും കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ നേതൃത്വത്തിലാണ്. ചാലിയം കോട്ട നമ്മൾ നേരത്തെ കണ്ടല്ലോ, സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പം ആ ചാലിയം കോട്ട പട്ടുമരക്കാരുടെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കലിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ആള് എഴുതിയ കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഫത്ഹുൽ മുബീൻ. അപ്പൊ ഫത്ഹുൽ മുബീൻ എഴുതിയത് ഖാസി മുഹമ്മദ് ആണ്. എന്തിനെ കുറിച്ചാണ് എഴുതിയത്? ചാലിയം കോട്ട പിടിച്ചെടുത്തതിനെ പറ്റിയിട്ടാണ് ഈ ഒരു കാവ്യത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നീട് ഇനി അവസാനമായിട്ട് വരുന്ന ആളാണ് മുഹമ്മദ് അലി മരക്കാർ എന്നറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ നാലാമൻ. അപ്പൊ മുഹമ്മദ് അലി മരക്കാരനെ അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളാണ് മുസ്ലിങ്ങളുടെ രാജാവ്, അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിനായകൻ എന്നൊക്കെ. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് മാത്രം അല്ലെങ്കിൽ പോർച്ചുഗീസുകാർക്കെതിരെ മാത്രമല്ല പോരാടിയിരുന്നത്, സാമൂതിരിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ശബ്ദമുയർത്തിയ ആളായിരുന്നു മുഹമ്മദ് അലി മരക്കാർ. അതുകൊണ്ട് തന്നെ സാമൂതിരിയും കുഞ്ഞാലി മരക്കാർ നാലാമനുമായിട്ട് 2 വഴിക്ക് പോവുകയായിരുന്നു. അവർ തമ്മിൽ ഒരു ശത്രുതയിലേക്ക് വരികയും ആ ശത്രുത മൂലം കുഞ്ഞാലി മരക്കാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് സാമൂതിരി കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 1600 ആന്ദ്രേ ഫുട്നോവിന്റെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതും അവിടെ നിന്ന് കുഞ്ഞാലിനെ ഗോവയിൽ കൊണ്ടുചെന്ന് ഗോവയിൽ വെച്ചിട്ടാണ് കുഞ്ഞാലി നാലാമനെ വധിക്കുന്നത്. അപ്പോൾ ഗോവയിൽ വെച്ചാണ് കുഞ്ഞാലി നാലാമനെ വധിക്കുന്നത്. അതുപോലെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1595 മുതൽ 1600 വരെയായിരുന്നു മുഹമ്മദ് അലി മരക്കാരുടെ കുഞ്ഞാലി നാലാമന്റെ സേവന കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഇതോടുകൂടി കുഞ്ഞാലിയുടെ പരമ്പര, കുഞ്ഞാലി മരക്കാർ പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡച്ചുകാരെങ്ങനെ കേരളത്തിലേക്ക് എത്തി എന്നുള്ള ചരിത്രമാണ്. അപ്പൊ ഡച്ചുകാർ കേരളത്തിലേക്ക് എത്തിയ ചരിത്രം നമ്മൾ പറയുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യം പറഞ്ഞിട്ടാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം നൽകാൻ തീരുമാനിക്കുന്നത് 1592 അപ്പം ഈ സമയത്ത് ഇതെങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് അവരെത്തുന്നതെന്ന് വെച്ചാൽ, ആംസ്റ്റർഡാമിൽ വെച്ചിട്ട് അവിടുത്തെ നെതർലാൻഡിലെയും അതുപോലെ ഡച്ചുകാരുള്ള പ്രൊവിൻസസിലെ ഒരുപാട് സമ്പന്നരായിട്ടുള്ള വ്യാപാരിമാരെല്ലാവരും ചേർന്നൊരു യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ വെച്ച് അവർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം നൽകാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം 1602 ആ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ പുനർനാമകരണം ചെയ്തിട്ട് യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെയാണ് അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ ശക്തിയുടെ ആണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരുടെ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവായിട്ട് കൊണോലിയസ് ഡി ഹോട്ട്മാനെയാണ് ഇന്ത്യയിലേക്ക് വിടാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യയിലേക്ക് ഇവർ എങ്ങനെ വരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഗതാഗതം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹോട്ട്മാൻ ആദ്യം ലിസ്ബൺ തുറമുഖത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ലിസ്ബണിൽ നിന്നാണല്ലോ പോർച്ചുഗീസുകാരൊക്കെ യാത്ര ആരംഭിച്ചത്. അവിടെയുള്ള വ്യാപാരികളുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഹോട്ട്മാൻ ലിസ്ബണിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് അല്ലെങ്കിൽ ആ ഒരു യാത്രയിലാണ് പെട്രസ് പ്ലോഷ്യസ് എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്ര വിദഗ്ധൻ തയ്യാറാക്കിയ ഒരു ഭൂപടം വ്യാപാരികളുടെ കൈവശത്ത് നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പം ആ ഒരു ഭൂപടം ഇവരുടെ യാത്രയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം ആളുടെ പേര് ഓർത്തിരിക്കുക, പെട്രസ് പ്ലോഷ്യസ് എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്ര വിദഗ്ധൻ തയ്യാറാക്കിയ ഭൂപടമായിരുന്നു വ്യാപാരികളുടെ കൈവശം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടിയത് എവിടെ നിന്നാന്ന് വെച്ചാൽ, ജാൻ ഹ്യൂഗൻ വാൻ ലിൻചോട്ടൻ എന്ന് പറയുന്ന ഒരു സഞ്ചാരിയും അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഡച്ച് സ്പൈയും കൂടിയായിരുന്നു, ഡച്ച് ചാരനും കൂടിയായിരുന്നു.
അപ്പം അദ്ദേഹത്തിന്റെ അടുത്തുനിന്നും ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പെട്രസ് ബ്ലോഷ്യസിന്റെ ഭൂപടവും അതുപോലെ തന്നെ ജാൻ ഹ്യൂഗൻ വാൻ ലിൻഷോട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും, ഇത് രണ്ടും ആണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് സോഴ്സസ്. അങ്ങനെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി അവർക്കൊരു ഏകദേശ ധാരണയൊക്കെ ആയി. അങ്ങനെ 1595 കൊണേലിയസ് ഡി ഹോട്ട്മാന്റെ നേതൃത്വത്തിൽ 4 കപ്പലുകളുടെ ഒരു വ്യൂഹം ഇന്ത്യയിലേക്ക്, കിഴക്കൻ മേഖലയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 1604 അവര് കേരളത്തിൽ എത്തുന്നത്. അപ്പം ഡച്ചുകാർ കേരളത്തിൽ എത്തുന്നത് 1604. അപ്പം 1604 സാമൂതിരിയും ഡച്ച് അഡ്മിറൽ ആയിരുന്ന വാൻഡർ ഹേഗണുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നുണ്ട്. ആ ഉടമ്പടി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ തുരത്തുക എന്നുള്ളത് തന്നെയായിരുന്നു മെയിൻ ലക്ഷ്യം. അപ്പം അത് ഓർത്തു വയ്ക്കുക. 1604 സാമൂതിരിയും ഡച്ച് അഡ്മിറലുമായിട്ടുണ്ടായിരുന്ന വാൻഡർ ഹേഗണും. അപ്പം വാൻഡർ ഹേഗണും സാമൂതിരിയും ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു. അതിന് പകരമായിട്ട് തന്നെ അവർക്ക് അവിടെ വേണ്ട വ്യാപാര സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് സാമൂതിരി ഉറപ്പ് നൽകുന്നുണ്ട്. അതിനുശേഷം 1642 പുറക്കാട്ട് രാജാവുമായിട്ടും ഡച്ചുകാർ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ പുറക്കാട്ട് രാജാവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം അവർക്ക് ഇവിടെ കേരള തീരത്തേക്ക് ഡയറക്റ്റ്ലി ഒരു തുറമുഖ സൗകര്യം ലഭിച്ചു കിട്ടുകയാണ്. അതുവരെ അവരുടെ തുറമുഖം എന്ന് പറയുന്നത് ശ്രീലങ്കയിലായിരുന്നു അവർക്ക് തമ്പടിക്കാനും അവരുടെ താവളം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് കേരളക്കരയിലേക്ക് സുഗമമായ ഒരു സന്ദർശനം അവർക്ക്, അതിന് പറ്റിയ ഒരു തുറമുഖ സൗകര്യം അവർക്കിവിടെ ലഭിക്കുകയാണ് 1642 പുറക്കാട്ട് രാജാവുമായിട്ടുള്ള ഉടമ്പടിയിൽ. അപ്പം തുറമുഖ സൗകര്യം കേട്ടോ, അത് ഓർത്തിരിക്കുക. അതിനുശേഷം 1643 കായംകുളം ഉടമ്പടി. ആ കായംകുളം ഉടമ്പടി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഡച്ചുകാരുടെ ലക്ഷ്യം കുരുമുളകിന്റെ കുത്തകയായിരുന്നു. അപ്പം കായംകുളം ഉടമ്പടി പ്രകാരം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ പഞ്ഞി, ഇരുമ്പ്, തകരം, കറുപ്പ്, അതുപോലെ തന്നെ ചന്ദനത്തടി തുടങ്ങിയ ഇവരുടെ വ്യാപാര സാധനങ്ങൾക്ക് പകരമായിട്ട് കുരുമുളക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ മെയിൻ ആയിട്ടും കുരുമുളകായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ കുരുമുളകിന്റെ ഒരു കുത്തക അത് ഡച്ചുകാർക്ക് വേണം. ആ ഒരു ഉടമ്പടിയാണ് ആ ഒരു അജണ്ടയായിരുന്നു കായംകുളം ഉടമ്പടിയിൽ അവർ മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് കൊല്ലം പ്രദേശത്ത് ഒരു പാണ്ഡികശാല തുടങ്ങുകയും ആ പാണ്ഡികശാലയുടെ ഉദ്യോഗസ്ഥനായിട്ട് ക്യാപ്റ്റൻ ന്യൂ യോഫിനെ നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം 1658 ഡിസംബർ 29 കൊല്ലം പിടിച്ചെടുക്കുകയാണ്. അപ്പം കൊല്ലം ആ സമയത്ത് പോർച്ചുഗീസുകാരുടെ അധീനതയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കൊല്ലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ശരിക്കുള്ള അധികാരികളായിട്ടുള്ള നാട്ടുരാജാക്കന്മാരൊക്കെയും ഡച്ചുകാർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായിരുന്ന കൊല്ലം കോട്ടയും അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം 1659 ജനുവരി 7 കൊല്ലം റാണിയുമായിട്ട് ഡച്ചുകാർ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായിരുന്ന തോട്ടങ്ങളും അതുപോലെ നഗരവും എല്ലാം കൊല്ലം റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഡച്ചുകാരുമായിട്ട് കൊല്ലം റാണി ഒരു പ്രതിരോധ സഖ്യം, പോർച്ചുഗീസിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ സഖ്യം കൂടി അവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എപ്പോൾ 1658 ഇവിടെ ഡച്ച് അഡ്മിറൽ ആയിട്ട് വരുന്ന ആളാണ് വാൻ ഗ്യൂൺസ്. അപ്പം അഡ്മിറൽ വാൻ ഗ്യൂൺസ് ആണ് 1658 ഇവിടെ ചാർജ് എടുക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് അഡ്മിറൽ വാൻഡർ ഹാഗൺ ആയിരുന്നു കേട്ടോ. നമ്മൾ സാമൂതിരിയുമായിട്ടൊക്കെ ഉടമ്പടി ഉണ്ടാക്കിയത് അഡ്മിറൽ വാൻഡർ ഹാഗൺ ആയിരുന്നു. 1658 വരുന്നത് അഡ്മിറൽ വാൻ ഗ്യൂൺസ് ആണ്. അഡ്മിറൽ വാൻ ഗ്യൂൺസ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് കൊച്ചിയിലെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, കൊച്ചിയിലെ മൂത്ത താവഴിയിലെ രാജാവ്, അതായത് വീരകേരളവർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വീരകേരളവർമ്മ. അപ്പം വീരകേരളവർമ്മയുടെ രാജഭരണം നഷ്ടപ്പെടുകയാണ്. കാരണം എന്താ വെച്ചാൽ പോർച്ചുഗീസുകാർ ഫേവർ ചെയ്തിരുന്നത് അവിടുത്തെ ഇളമുറ തമ്പുരാനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർക്ക് അനുകമ്പയുള്ള അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ പിന്തുണയുള്ള ആ ആളെ, ഇളമുറ തമ്പുരാനെ രാജാവായിട്ട് വാഴിക്കുകയും മൂത്ത താവഴിയിലെ രാജാവിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന ഈ മൂത്ത താവഴിയിലെ രാജാവിനോട് പാലിയത്തച്ഛനാണ് പറയുന്നത്, ഇവിടെ ഇങ്ങനെ വായും പൊളിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല, പോയിട്ട് ഡച്ചുകാരെ വിളിച്ച് അവരുടെ സഹായം തേടുക. അപ്പം അവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർച്ചുഗീസുകാരെ ഒതുക്കാം എന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് പാലിയത്തച്ഛനാണ്. അങ്ങനെ പാലിയത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം കൊളംബോയിലേക്ക് ഡച്ച് സഹായം തേടിയിട്ട് വീരകേരളവർമ്മ പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ നമ്മുടെ ഡച്ച് അഡ്മിറൽ ആയിട്ടുള്ള വാൻഗ്യൂൻ ഉള്ളത്. വാൻഗ്യൂന് മനസ്സിലായി ഇത് നല്ലൊരു സിറ്റുവേഷൻ ആണ്. ഇപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ കൊച്ചിയുടെ ഒരു വിധപ്പെട്ട എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും നമുക്ക് കൈകടത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഇടപെടാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ കൊച്ചിയിലെ ഈ പാലിയത്തച്ഛന്റെ ഒരു സപ്പോർട്ട് മാത്രമല്ല, സാമൂതിരിയുടെയും അതുപോലെ തന്നെ വടക്കും കൂറിലെയും തെക്കും കൂറിലെയും ഒക്കെ രാജാക്കന്മാരുടെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ ഡച്ചുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിനെ തോൽപ്പിക്കുക എന്നുള്ളത് ആ സമയത്ത് ഈസി ആയിരിക്കും. അങ്ങനെ ആ ഒരു ഐഡിയ വെച്ചിട്ട്
നമ്മുടെ വാൻഗ്യൂൺ സൈന്യം എങ്ങോട്ട് വന്നു? കൊച്ചിയിലേക്ക് വന്നു. അങ്ങനെ ആദ്യം അവർ മട്ടാഞ്ചേരി കൊട്ടാരം വളഞ്ഞു. മട്ടാഞ്ചേരി കൊട്ടാരം വളഞ്ഞപ്പം തിരിച്ച് അവരോട് പ്രതിരോധത്തിന് വന്നത് കൊച്ചിയിലെ ഇളമുറ തമ്പുരാന്റെയും അതുപോലെ തന്നെ പോർച്ചുഗീസിന്റെയും ഒരു സംയുക്ത സൈന്യമാണ്. അങ്ങനെ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി. ആ ഏറ്റുമുട്ടലിൽ 2 ഇളമുറ തമ്പുരാക്കന്മാര് മരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ റാണിയായിരുന്ന റാണി ഗംഗാധര ലക്ഷ്മിനെ നമ്മുടെ ഡച്ച് സൈന്യം തടവിലാക്കുന്നുണ്ട്. റാണി ഗംഗാധര ലക്ഷ്മി കേട്ടോ, പേരോർത്തിരിക്കുക. അങ്ങനെ റാണിയിൽ നിന്നും അധികാര കൈമാറ്റം നടത്തി വീരകേരളവർമ്മേനെ 1663 വീണ്ടും രാജാവായിട്ട് വാഴിക്കുന്നത്. അങ്ങനെ 1663 കൊച്ചി പിടിച്ചെടുത്തത് ഡച്ചുകാർ കേട്ടോ. അതുപോലെ തന്നെ ആ സമയത്ത് അവിടുത്തെ പ്രധാനികളായിരുന്ന 5 കൈമൾമാരുണ്ട്. ഈ 5 കൈമൾമാരുടെ സഹായത്തോട് കൂടിയിട്ട് പോർച്ചുഗീസിന്റെ ഒരുവിധപ്പെട്ട എല്ലാ സങ്കേതങ്ങളും ഡച്ചുകാർ പിടിച്ചെടുക്കുകയാണ്. 5 കൈമൾമാരെ ഓർത്തിരിക്കുക, 5 കൈമൾമാര്. അങ്ങനെ പോർച്ചുഗീസ് സങ്കേതങ്ങളും പിടിച്ചെടുത്തു. അതുകൂടാതെ വീരകേരളവർമ്മയുടെയും പാലിയത്തച്ഛന്റെയും സഹായത്തോടു കൂടി കൊച്ചി കോട്ടയം അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ കൊച്ചി കോട്ടയം അങ്ങനെ അവസാനം ഡച്ചുകാരുടെ അധീനതയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഇവര് വന്ന് ഡച്ചുകാർ സാമൂതിരിയായിട്ട് ഉടമ്പടി ഉണ്ടാക്കി, പിന്നെ കൊല്ലം പിടിച്ചെടുത്തു, പിന്നെ കായംകുളം ഉടമ്പടി, അത് കഴിഞ്ഞ് കൊച്ചിയും ഇപ്പൊ പിടിച്ചെടുത്തു. ഇതിന് ശേഷം പിന്നെ കണ്ണൂരിലെ കോലത്തിരിയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതുപോലെ തന്നെ ആ ഉടമ്പടിക്ക് മുമ്പ് പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുക്കാൻ അവർ കോലത്തിരിയെ സഹായിക്കുകയും ചെയ്തു. സഹായിക്കുക എന്നുള്ള സെൻസ് ഡച്ചുകാരുടെ കീഴിലാണ് അത് വന്നത്. അപ്പൊ കണ്ണൂർ കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്തു പോർച്ചുഗീസുകാരിൽ നിന്നും. ആ കണ്ണൂർ കോട്ടയുടെ മറ്റൊരു പേരാണ് സെയിന്റ് ആഞ്ചലോസ് ഫോർട്ട്. അപ്പൊ സെയിന്റ് ആഞ്ചലോസ് ഫോർട്ട് പിടിച്ചെടുക്കുകയും കോലത്തിരിയുമായിട്ടും ഉടമ്പടി ഉണ്ടാക്കി. അവിടെയും വ്യാപാരത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവരവിടെ ഏർപ്പാടാക്കി. അപ്പൊ അങ്ങനെ ഒരു വിധപ്പെട്ട മേഖല, കേരളക്കരയിലെ എല്ലാ മേഖലയിൽ നിന്നും പോർച്ചുഗീസുകാരനെ തുരത്താൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് കൊല്ലത്തും കൊച്ചിയിലൊക്കെ ഒരുപാട് വ്യാപാര കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. പിന്നെ 1744 കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ കുഷ്ഠരോഗികൾക്കുള്ള ഒരു ആശുപത്രി പള്ളിപ്പുറത്ത് നിർമ്മിച്ചതും ഡച്ചുകാരാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. കുഷ്ഠരോഗികൾക്കുള്ള ആശുപത്രി നിർമ്മിച്ചത് ആരാണെന്നുള്ളത്, അത് ഡച്ചുകാരാണ് നിർമ്മിച്ചത്. ഇതല്ലാതെ പിന്നെ പോർച്ചുഗീസുകാരായാലും ഡച്ചുകാരായാലും കേരളത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അതായത് അവർ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ വഴി അടുത്ത സ്ലൈഡുകളിൽ നോക്കും. ഇനി ഡച്ചുകാരുടെ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം. കേരള രാമം എന്നാണ് ഇതിന്റെ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേര്. കേരള രാമം എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അഡ്മിറൽ ആയിട്ടുള്ള വാൻ റീഡ് ആണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. വാൻ റീഡ് ആണ് അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചയിതാവ്. പിന്നെ ഇത് രചിച്ചിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഈ ഒരു മേക്കിംഗ് പ്രോസസ്സ് നടന്നിരിക്കുന്നത് 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ ഇത്രയും വർഷങ്ങളെടുത്ത് നടന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പുസ്തകത്തിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ 12 വാല്യങ്ങളിലായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറിക്കസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. അതിൽ അച്ചടിച്ച ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് തെങ്ങാണ്. തെങ്ങ് എന്നുള്ള വൃക്ഷത്തിനെ പറ്റിയിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ രചനയിൽ സഹായിച്ച ഒരു മലയാളി വൈദ്യൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടി അച്യുതൻ. ഇനി ഇട്ടി അച്യുതനെ കൂടാതെ ഇതിന്റെ മേക്കിങ്ങിൽ സഹായിച്ച ഒരു 3 സരസ്വത ബ്രാഹ്മണരുണ്ട്. ആ 3 ബ്രാഹ്മണരുടെ പേരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് ജോൺ മാത്യൂസും അതുപോലെ മലയാള വിവർത്തനം നടത്തിയിരിക്കുന്നത് KS മണിലാലുമാണ്. റിപ്പീറ്റഡ് ആയിട്ട് പല തവണ PSC ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഹോർത്തൂസ് മലബാറിക്കസ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പം അടുത്തതായിട്ട് നമുക്കിനി പോർച്ചുഗീസിന്റെയും അതുപോലെ തന്നെ ഡച്ചിന്റെയും പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഭാഷാപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന് ഏകദേശം 300-ലധികം പദങ്ങൾ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലതാണ് ചാവി, അതുപോലെ സവോള, പിന്നെ ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലേലം, അലമാര, കപ്പിത്താൻ, വാതില്, ബെഞ്ച്, കുമ്പസാരം, വികാരി, ദോശ, മേശ, ഫാക്ടറി, പതക്കം, റാന്തൽ, മേസ്തിരി, വരാന്ത, ജനല്, ചായ, കുശിനി, വിജാഗിരി, കസേര, മുറം, കൊന്ത, സെമിത്തേരി തുടങ്ങി അങ്ങനെ ഇനിയുമുണ്ട്. ഒരുപാട് വലിയൊരു ലിസ്റ്റാണ്. അപ്പം അതിൽ തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പല ക്രിസ്ത്യൻ സഭാപരമായിട്ടുള്ള പദങ്ങളും പോർച്ചുഗീസിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഉണ്ടായവയാണ്.
പിന്നെ കൃഷി മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ കാർഷിക വിളകൾ അവർ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചില എക്സാമ്പിൾസ് ആണ് കശുമാവ്, പൈനാപ്പിള്, പപ്പായ, പേരയ്ക്ക, സപ്പോട്ട, മുളക്, പുകയില എന്നിവ. അപ്പൊ ഇതൊക്കെ പോർച്ചുഗീസുകാരാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ റോമൻ കത്തോലിക്ക സഭ സ്ഥാപിക്കുന്നതിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലും അവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി വാസ്തുവിദ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസ് വാസ്തുവിദ്യ ആയിട്ടുള്ള ഗോത്തിക് ശൈലി കേരളത്തിലെ പല പള്ളികളുടെയും കോട്ടകളുടെയും നിർമ്മാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ എക്സാമ്പിൾസ് ആണ് കൊച്ചിയിലുള്ള മാനുവൽ കോട്ട, അതുപോലെ പള്ളിപ്പുറം കോട്ട, കണ്ണൂരിലെ സെയിന്റ് ആഞ്ചലോസ് കോട്ട, അതുപോലെ തന്നെ ഗോവയിലുള്ള ബോം ജീസസ് പള്ളി. ഇതൊക്കെയും ഈ ഗോത്തിക് ശൈലി ഉൾപ്പെട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കോട്ടകളാണ്. അതുപോലെ തന്നെ മട്ടാഞ്ചേരി പാലസിന്റെ ഡച്ച് കൊട്ടാരം എന്നും പറയും. പക്ഷെ അത് യഥാർത്ഥത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ്. അതെന്താന്ന് വെച്ചാൽ 1555 കൊച്ചി രാജാവായിട്ടുള്ള വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ്. പക്ഷെ പിന്നീട് അത് ഡച്ചുകാർ പുതുക്കി പണിഞ്ഞു. അങ്ങനെയാണ് അതിന് ഡച്ച് കൊട്ടാരം എന്ന് പേര് വരുന്നത്. പക്ഷെ അവിടെയും നമ്മൾ നോക്കിയാൽ ഈ വാസ്തുവിദ്യ പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഒരു ഗോത്തിക് ശൈലിയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി കലാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചവിട്ട് നാടകം എന്ന് പറയുന്ന കലാരൂപം അത് കേരളത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചാരം നൽകിയതും പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടി യന്ത്രം സ്ഥാപിച്ചത് അത് ഗോവയിൽ 1556 പോർച്ചുഗീസുകാർ അച്ചടി യന്ത്രം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ആധുനിക യുദ്ധമുറകളും പീരങ്കികളും പരിചയപ്പെടുത്തിയതും ഒക്കെ പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഇനി ഡച്ചുകാരുടെ സംഭാവനകളെ പറ്റി പറയുകയാണെങ്കിൽ ഡച്ച് ഉദ്യോഗസ്ഥർ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിനെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും റിപ്പോർട്ടുകളും കത്തുകളും അതുപോലെ തന്നെ അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൂർത്തൂസ് മലബാറിക്കസ് പോലെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് രചിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് വന്ന ചരിത്രകാരന്മാർക്ക് കേരള ചരിത്രത്തെ പറ്റി അറിയാനും കൂടുതൽ രചനകൾ ഉണ്ടാക്കാനും അത് സഹായിച്ചിട്ടുണ്ട്. ഇനി കൃഷി മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരെ പോലെ പുതിയ വിളകളൊന്നും അവരധികം കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന തെങ്ങ്, കുരുമുളക്, ഏലം, അപ്പൊ തെങ്ങ്, കുരുമുളക്, ഏലം എന്നിവയുടെയൊക്കെ കൃഷി ശാസ്ത്രീയമായിട്ട് വികസിപ്പിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഒക്കെ അവർ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് കടലോരത്തെ തെങ്ങിൻ തോപ്പുകളൊക്കെ ഡച്ചുകാരുടെ സംഭാവനയാണെന്ന്. എന്നുദ്ദേശിക്കുന്നത് ഇവിടെ അവിടെയൊക്കെ തെങ്ങിൻ തൈ നട്ടു വളർത്തി എന്നുള്ളതല്ല. അതായത് അതിന്റെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ അതിനെ വികസിപ്പിക്കാം, അല്ലെങ്കിൽ ആ കൃഷി രീതി, അതിന്റെ ഉൽപാദനക്ഷമത എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യത്തിലൊക്കെ ഡച്ചുകാർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് കൃഷി മേഖലയിൽ ഡച്ചുകാർ ചെയ്തത്. ഇനി വാണിജ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഉപ്പ് നിർമ്മാണം അതുപോലെ തന്നെ ചായം മുക്കൽ, ഡൈയിങ് എന്ന് പറയുന്ന ഒരു വ്യവസായം. അപ്പോൾ ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ തുടങ്ങിയ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഡച്ചുകാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചിനെ ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖമാക്കി മാറ്റുന്നതിനും ഡച്ചുകാർ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആതുര ശുശ്രൂഷ എടുത്ത് നോക്കുകയാണെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രി നിർമ്മിച്ചത് എവിടെയാണ്? പള്ളിപ്പുറത്താണ് കേട്ടോ. പള്ളിപ്പുറത്ത് കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചു. അതുപോലെ തന്നെ മറ്റ് പല ആധുനിക ചികിത്സാ രീതികളും ഇവിടെ കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. സൈനികപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് തോറ്റ ഇവരുടെ ഡച്ച് കമാൻഡർ ആയിരുന്നു ഡിലനോയി പിന്നീട് ഈ മാർത്താണ്ഡവർമ്മയോട് കൂടെ ചേരുകയും അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിലെ സൈന്യത്തിനെ ആധുനികവൽക്കരിക്കാനും അവർക്ക് വേണ്ട പരിശീലനം നൽകാനും ഒക്കെ ആയിട്ട് ഡിലനോയി മാർത്താണ്ഡവർമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ സ്വന്തം ഒരു വിങ് കമാൻഡറിനെ തന്നെ ഡച്ചുകാർ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ നമ്മൾ മാർത്താണ്ഡവർമ്മ പഠിക്കുമ്പോൾ തിരുവിതാംകൂർ ഹിസ്റ്ററിയിൽ പഠിക്കും. ഡിലനോയുടെ ചരിത്രമൊക്കെ നമ്മൾ അവിടെ പഠിക്കും. അപ്പൊ ഇത്രയാണ് ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രിട്ടീഷും ഫ്രഞ്ചും ആണ് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ തിരുവിതാംകൂർ ചരിത്രം പഠിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, ഫീഡ്ബാക്സ്, അതുപോലെ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ചാനൽ സജസ്റ്റ് ചെയ്യുക. So thank you so much for watching the video. Happy learning with Habitus.